നമ്മുടെ കൊച്ചിയിലുള്ള ഡെക്കാത്തലോണിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെക്കേഷൻ സമയത്ത് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡെക്കാത്തലോണിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. മെയിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ ഷട്ടിൽ ബാറ്റ് മേടിക്കാനാണ്. ഷട്ടിൽ ബാറ്റും കോക്കും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് രാവിലെയോ വൈകുന്നേരമൊക്കെ ഒന്ന് മുറ്റത്തിറങ്ങി ഷട്ടിൽ കളിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മളിങ്ങനെ പറയുന്നു ഷട്ടിൽ ബാറ്റ് മേടിച്ച് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ന് ഏകദേശം നമ്മൾ ഡെക്കാത്തലോണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷട്ടിൽ ബാറ്റും കോക്കൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അവിടെ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ എൻഡിങ്ങിൽ തന്നെ അന്നൂസിൻ്റെ ഒരു ഡ്രീം ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, സ്കേറ്റിംഗ് ഷൂ. അപ്പോൾ സ്കേറ്റിംഗ് ഷൂവും സെറ്റൊക്കെ നമ്മൾ അവൾക്ക് മേടിച്ചു കൊടുക്കാമെന്ന് ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് വേണ്ടി തന്നെയാണ് ഈ പ്രാവശ്യത്തെ കുടുക്ക അവൾ നിറയ്ക്കാൻ വേണ്ടി നോക്കിയിരുന്നത്. അപ്പോൾ എവിടെന്നെങ്കിലൊക്കെ പൈസ കിട്ടുമ്പോൾ അവൾ കുടുക്ക നിറയ്ക്കുന്ന ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവളുടെ മൂന്നാമത്തെ കുടുക്കയാണ്. പക്ഷേ കുടുക്കയൊന്നും പൊട്ടിക്കേണ്ടി വന്നില്ല, പപ്പ തന്നെയാണ് മേടിച്ചു കൊടുത്തത്. ഈ വെക്കേഷൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് അവളെ പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു, ഡാൻസോ അല്ലെങ്കിൽ പാട്ടോ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം എന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം നമ്മളെ കോഴിക്കോട് നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ടൗണിലേക്ക് പോകണം. ഇവിടെ ആകുമ്പോൾ തൊട്ടടുത്ത് എല്ലാം നമുക്ക് പഠിപ്പിക്കാൻ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെക്കേഷൻ സമയത്ത് വരുമ്പം ഈ കൊച്ചിയിൽ പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ മാറ്റി വെച്ചൊരു സംഭവമായിരുന്നു ഈ സ്കേറ്റിംഗ് ഷൂ മേടിക്കണം എന്നുള്ളത്. കാരണം റോബിച്ചനും ഫ്രീ അല്ല, പപ്പയും ഫ്രീ അല്ല. മോളെ ഒന്ന് കൊണ്ടുവിടണമെങ്കിലോ ഒന്ന് കൂട്ടി വരണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് അവിടെ ചേർത്തണമെങ്കിലോ ഒന്നും രണ്ടുപേരും ഫ്രീ അല്ല. ഞാൻ ഫ്രീ ആയിട്ട് കാര്യമില്ല. ജോഷൂട്ടിന് അങ്ങനെ മമ്മിയുടെ അടുത്ത് കുറച്ച് നേരം ഒന്ന് ഇരിക്കുന്ന ആളല്ലായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി ഓടിച്ചു പോകാനൊക്കെ എനിക്ക് ഇത്തിരി പേടിയാണ്. കൊച്ചിനെ കൊണ്ടാണെങ്കിലും നമ്മളുടെ നാട്ടിൽ നമ്മൾ പെട്ടെന്ന് പോയി വരുന്ന ആ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല ട്രാഫിക്കും സിഗ്നൽ ലൈറ്റ് കൺഫ്യൂഷൻ ആവത്തില്ല എങ്കിലും നമുക്ക് സിഗ്നൽ ലൈറ്റും കാര്യങ്ങളും നല്ല ട്രാഫിക്കും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി പേടിയുണ്ട് ഈ കൊച്ചിയിൽ വണ്ടി ഓടിക്കാനായിട്ട്. അങ്ങനെ റോബിച്ചനോ പപ്പയൊക്കെ ഫ്രീ ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഏകദേശം ഈ ഏപ്രിൽ ഒരു പകുതി ആയപ്പോഴേക്കും അവൾക്ക് സ്കേറ്റിംഗ് ഷൂ നമ്മൾ മേടിച്ചു കൊടുത്തു കേട്ടോ. ഡെക്കാത്തലോണിൻ്റെ ഫ്രണ്ട് തന്നെ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നതിൻ്റെ കോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അന്നൂസിന് ഭയങ്കര സന്തോഷമായി. ഒന്ന് പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവൾക്കൊരു സ്കേറ്റിംഗ് ഷൂ മേടിച്ചു. അങ്ങനെ ഡെക്കാത്തലോണിൽ പോകുമ്പോൾ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ് ഒന്നെങ്കിൽ നമ്മുടെ സ്കേറ്റിങ്ങിൻ്റെ ആ ഒരു സ്റ്റിക്ക് പോലത്തെ ഉള്ളിൽ കയറുക അല്ലെങ്കിൽ സൈക്ലിംഗ് ഓടിക്കുക. വല്ലപ്പോഴും നമുക്ക് കിട്ടുന്നൊരു സംഭവമാണല്ലോ. അവിടെ ട്രയലായിട്ട് ചെയ്യാൻ വേണ്ടി സൈക്ലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്കേറ്റിങ്ങും ഉണ്ട്, ബോളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഡെക്കാത്തലോണിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഷട്ടിൽ ബാറ്റെല്ലാം മേടിച്ച് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു സ്കേറ്റിങ്ങിൻ്റെ ഒരു ഏരിയ നമ്മൾ കാണുന്നത് കേട്ടോ. സ്കേറ്റിംഗ് ചെയ്യാനും പറ്റും, സ്കേറ്റിംഗ് നമ്മൾ സംഭവങ്ങളും സെറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ അന്നൂസിന് പാകമുള്ള ഷൂ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ജോഷൂട്ടിന് കുറച്ച് ബോളുകൾ കിട്ടിയിട്ട് കളിക്കുകയാണ് കേട്ടോ. ആ ബോളുകളൊന്നും മേടിച്ചിട്ടില്ല, ഒരു ബോളെങ്ങാനും എടുത്തിട്ടുള്ളൂ. അവനിതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പം അവനതിലൊക്കെ വെച്ച് കളിക്കുകയാണ്. അങ്ങനെ അന്നൂസിൻ്റെ ഒരു ഡ്രീം ആയിട്ടുള്ള സംഭവമാണ് അന്നൂസിൻ്റെ കാലിലിപ്പോൾ ഉള്ളത്. അവൾ സ്കേറ്റിംഗ് ഷൂ ഒക്കെ കെട്ടി നല്ല മിടുക്കിയായിട്ട് ഇരിക്കുകയാണ്. അവളെപ്പോലെ തന്നെ നമുക്കും എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷെ അവൾ ഷൂ ഇട്ട പാടെ തന്നെ അവൾ ബാലൻസും ചെയ്തു എന്നാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ട് അവൾ ബാലൻസും ചെയ്തു. നമ്മൾക്ക് തന്നെ ടെൻഷനുണ്ട് ഈ ഒരു ആയിട്ടുള്ള ടയറിൽ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്നൊക്കെ. പക്ഷെ ആൾ ഭയങ്കര കൂളായിട്ട് ആളുടെ കൂടെ അവളുടെ പപ്പയുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് റോബിച്ചൻ കൂടെ നിന്നതുകൊണ്ട് തന്നെയാണ് അവൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾക്ക് ആ ഒരു ബാലൻസിങ് ഒക്കെ കിട്ടിയത് കേട്ടോ. റോബിച്ചൻ നല്ല എൻകറേജ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്, മേടിക്കണ്ട വീഴും. എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ കുഞ്ഞങ്ങനെ കയറി നിൽക്കുന്നത് കണ്ടപ്പം. വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ അവളുടെ ഏറ്റവും നല്ലൊരു മൊമെൻ്റ് ആണല്ലോ ഇത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ല ടെൻഷനും കാര്യങ്ങളുണ്ട്, വീഴും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. സ്കേറ്റിംഗ് ഷൂ ഇട്ട് മിനിറ്റുകൾക്കുള്ളിൽ അവൾ ബാലൻസ് ചെയ്തു കേട്ടോ. സംഭവം ഇത്രയൊക്കെ ഉണ്ടാവൂ, പക്ഷേ നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ ടെൻഷനുണ്ട്. അപ്പം അവൻ്റെ ബോൾ അവളുടെ സ്കേറ്റിംഗ് ഷൂവിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അത് എടുക്കുകയാണ് അവനപ്പോൾ ഈ ഷൂവും കാര്യങ്ങളൊന്നും കാണുന്നില്ല, ശ്രദ്ധയിൽ പെടുന്നില്ല. അവൻ്റെ കയ്യിൽ മൊത്തം ബോളുകളായതുകൊണ്ട് അവൻ അതും കളിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ജോഷൂട്ടിന് ഒരു ബോളും അന്നൂസിന് ഒരു സ്കേറ്റിംഗ് ഷൂവും ഞങ്ങൾക്ക് ഷട്ടിൽ ബാറ്റൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഡെക്കാത്തലോണിന് പോകുന്നു. അടുത്ത ദിവസം നമ്മൾ ഡെക്കാത്തലോണിൽ തന്നെയുള്ള ട്രെയിനിങ് സെൻറ്ററിൽ, ഈ സ്കേറ്റിംഗ് ട്രെയിനിങ് സെൻറ്ററിൽ നമ്മൾ പോയി അന്നൂസിനെ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നതിനൊരു വീഡിയോ അടുത്ത വ്ളോഗിലുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അന്നൂസ് എത്ര പെട്ടെന്നാണ് സ്കേറ്റിംഗ് പഠിച്ചത്
കാണിച്ചതെന്നുള്ളത് നമുക്ക് തന്നെ അത്ഭുതമായിപ്പോയി. ആൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തത്. ഭയങ്കര കോൺഫിഡൻസോടെ മോള് ചെയ്തൊരു കാര്യമാണ്. അനൂസ് വളരെ പെട്ടെന്ന് തന്നെ സ്കേറ്റിംഗ് പഠിച്ചിരിക്കുകയാണ്. ആ ബാലൻസിങ് ഒക്കെ അവൾ കിട്ടിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കത് അവളുടെ ആ ടാലൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അവൾക്ക് സപ്പോർട്ടായിട്ടൊരു കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പം ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാവേ.